ഹലോ ജിയോസ്, എല്ലാ മക്കൾക്കും എജുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് കേട്ടോ. 9th ചാപ്റ്ററായ കലണ്ടർ ഗെയിംസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ STD2 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ മക്കളെ, അവിടെ എന്താ നിങ്ങൾ കാണുന്നേ? ട്രെയിൻ ജേർണി ആണ്. ട്രെയിനിൽ യാത്ര പോകുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് അല്ലേ? അതിന് താഴെ നോക്കൂ. ഹീര ആൻഡ് ഫാമിലി ആർ ട്രാവലിംഗ് ഓൺ ദ വന്ദേ ഭാരത് ട്രെയിൻ ഫ്രം കാസർഗോഡ് ടു ഷൊർണൂർ. കാസർഗോഡ് നിന്ന് ഷൊർണൂറിലേക്ക് ഹീരയും ഫാമിലിയും വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിനിൽ ട്രാവൽ ചെയ്യാണ് കേട്ടോ. ദ ട്രെയിൻ ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ സൗത്ത്. ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നത്? സൗത്തിലേക്കാണ് പോകുന്നത് അല്ലേ? ഇനി അതിന് താഴെ നോക്കൂ. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് അറ്റ് 7 in the morning. ട്രെയിന് രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സി ഹൗ ദ ടൈം ഈസ് ഷോൺ ഇൻ ദ ക്ലോക്ക്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ. അവിടെ കണ്ടോ മക്കള്? ടൈം തന്നിട്ടുള്ളത് എങ്ങനെയാണ്? 2 ഹാൻഡ്സ് ഉണ്ട്. ഒരു അവർ ഹാൻഡും ഉണ്ട്, അതുപോലെ മിനിറ്റ് ഹാൻഡും ഉണ്ട് അല്ലേ? അപ്പോൾ അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ചെറുതാണ് കേട്ടോ, സ്മോൾ വൺ ആണ്. മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ വലുത്. ഓക്കെ, അപ്പോൾ അവർ ഹാൻഡ് എവിടെയാണ്? 7-ലാണ് അല്ലേ? മിനിറ്റ് ഹാൻഡോ 12-ലാണ്. അപ്പോഴാണ് സമയം എത്രയാവുന്നത്? 7 o'clock ആവുന്നത്, അല്ലെങ്കിൽ 7 മണി ആവുന്നത്. ഓക്കെ, മണിക്കൂറിന്റെ സൂചി അവർ ഹാൻഡ് ചെറിയ ഹാൻഡ് 7-ലും, അതുപോലെ മിനിറ്റിന്റെ സൂചി മിനിറ്റ് ഹാൻഡ് വലിയ സൂചി 12-ലും 12-ലും ആവുമ്പോഴാണ് അത് 7 മണി ആവുന്നത്. ഓക്കെ അല്ലേ? ഇനി അതിന് താഴെ നോക്കൂ. ട്രെയിൻ റീച്ച്ഡ് കണ്ണൂർ. ട്രെയിന് കണ്ണൂരിലെത്തി. ടീ ആൻഡ് സ്നാക്സ് വെർ ബ്രോട്ട്. അവരെന്തായി? ചായയും സ്നാക്സ് ഒക്കെ വാങ്ങി. സീ ദാറ്റ് ടൈം. ആ ടൈം നോക്കൂ. ദ ട്രെയിൻ റീച്ച്ഡ് കണ്ണൂർ അറ്റ് എപ്പോഴാണ്? 8 o'clock ആണല്ലേ? നോക്കൂ, നമുക്ക് അവിടെ സൈഡിൽ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ലൈറ്റ് ബ്ലൂ കളറ്. അവിടെയും നോക്കൂ. അവർ ഹാൻഡ് അല്ലെങ്കിൽ ചെറിയ സൂചി 8-ലാണ്. വലിയ സൂചി മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 12-ലാണ്. അപ്പോഴാണ് അത് എന്താവുന്നത്? 8 o'clock അല്ലെങ്കിൽ 8 മണി ആവുന്നത്. ഓക്കെ, ഇനി 9 o'clock ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ ഹാൻഡ് 9-ലും മിനിറ്റ് ഹാൻഡ് 12-ലും ആയിരിക്കും അല്ലേ? ഇനി നോക്കൂ അതിന് താഴെ. ട്രെയിൻ ടുക്ക് 1 hour ടു റീച്ച് കണ്ണൂർ ഫ്രം കാസർഗോഡ്. കാസർഗോഡിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ എത്ര മണിക്കൂർ എടുത്തു? പുറപ്പെട്ടത് 7 മണിക്കായിരുന്നു. കണ്ണൂരിലെത്തിയത് 8 മണിക്ക്. 7 മണിയും 8 മണിയും തമ്മിൽ എത്ര മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്? 1 hour അല്ലേ? അപ്പൊ കാസർഗോഡിൽ നിന്ന് കണ്ണൂരിലെത്താൻ എടുത്ത സമയം 1 hour ആണ് എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, ഹീരയുടെ മദർ എന്തോ പറയുന്നുണ്ടല്ലേ? ഹീര, അറേബ്യൻ സീ ഈസ് ടു ദ വെസ്റ്റ്. അറബിക്കടൽ എവിടെയാണ്? വെസ്റ്റിലേക്കാണെന്നാണ് പറയുന്നത് അല്ലേ? അവര് സൗത്തിലേക്കാണ് പോകുന്നത്, തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. അറബിക്കടൽ എവിടെയാണ്? വെസ്റ്റ് ആണല്ലേ? ട്രെയിൻ സ്റ്റാർട്ടഡ്. ട്രെയിന് സ്റ്റാർട്ട് ചെയ്തു. ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ, വാച്ചിങ് റിവേഴ്സ്, ലേക്സ് ആൻഡ് സീ, ടൈം വെന്റ് ബൈ. അപ്പൊ എന്താണ്? അവര് ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പൊ എന്തൊക്കെ കണ്ടു? റിവറും പുഴയും തോടും കടലൊക്കെ കണ്ട് സമയം പോയി. ദ ട്രെയിൻ സ്റ്റോപ്പ്ഡ്. ട്രെയിൻ വീണ്ടും സ്റ്റോപ്പായി. ഫാദർ സെഡ് റീച്ച്ഡ് കോഴിക്കോട്. കോഴിക്കോടെത്തി എന്നാണ് ഫാദർ പറയുന്നത്. വാട്ട് ഇസ് ദ ടൈം ഡാഡ്? എത്ര സമയമായി അച്ഛാ? ഹീര ആസ്ക്ഡ്. ഇറ്റ്സ് 9, ഫാദർ സെഡ്. 9 മണിയായി എന്നാണ് അച്ഛൻ പറയുന്നത് അല്ലേ? അതിന് സൈഡിൽ നോക്കൂ, 9 o'clock ഒരു ക്ലോക്ക് ഉണ്ട് അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ്? അവർ ഹാൻഡ് 9-ലും മിനിറ്റ് ഹാൻഡ് 12-ലും ആണല്ലേ? ചെറുത് 9-ലും വലുത് 12-ലും 12-ലും ആണ്. അപ്പോഴാണ് അത് 9 o'clock ആവുന്നത്, 9 മണി ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ദ ട്രെയിൻ ടുക്ക് 1 hour ടു റീച്ച് കോഴിക്കോട് ഫ്രം കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്താനും എത്ര സമയമാണ് എടുത്തത്? 1 hour ആണല്ലേ എടുത്തത്. കണ്ണൂർ എത്തിയപ്പോ 8 മണിയായിരുന്നു, 8 o'clock ആയിരുന്നു. കോഴിക്കോട് എത്തിയപ്പോ എത്രയായി? 9 o'clock ആയല്ലേ? അപ്പോൾ 1 hour. സോ ഹൗ മച്ച് ടൈം ഡിഡ് ദ ട്രെയിൻ ടേക്ക് ടു ട്രാവൽ ഫ്രം കാസർഗോഡ് ടു കോഴിക്കോട്? അങ്ങനെയാണെങ്കിൽ
കാസർഗോഡിൽ നിന്ന് കോഴിക്കോട് എത്താൻ എത്ര സമയമെടുത്തു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം എത്ര എടുത്തിട്ടുണ്ടാവും? കാസർഗോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 7 ആയിരുന്നു. പിന്നെ കോഴിക്കോട് എത്തിയപ്പോൾ 9 ആയല്ലേ. 7 നിന്ന് 9 വരാൻ എത്ര സമയമുണ്ട് മക്കളെ? 2 മണിക്കൂറുണ്ട് അല്ലേ. 8, 9. 7 കഴിഞ്ഞിട്ട് 8, 9 അല്ലേ. അപ്പൊ 2 hours എടുത്തിട്ടുണ്ടാവും. മക്കൾ അവിടെ 2 എന്ന് എഴുതി കൊടുക്കണം. ഇനി നോക്കൂ, ഡാഡ് എന്താ പറയുന്നേ? നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് തിരൂർ, ദെൻ കംസ് ഷൊർണൂർ. അടുത്ത സ്റ്റേഷന് തിരൂരാണ്, അത് കഴിഞ്ഞിട്ടാണ് ഷൊർണൂർ എത്തുന്നത്. ഇനി അതിന് താഴെ നോക്കൂ, ദ ട്രെയിൻ സ്റ്റാർട്ടഡ്, ട്രെയിൻ വീണ്ടും സ്റ്റാർട്ടായി. ദെൻ ട്രെയിൻ ടു ദ നോർത്ത് വെൻ ബൈ. ഇപ്പം എങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നത്? നോർത്തിലേക്കാണല്ലേ. അപ്പം നമ്മൾ ഏതൊക്കെയാ പഠിച്ചു? സൗത്ത്, വെസ്റ്റ്, ഇപ്പോൾ നോർത്ത് അല്ലേ. വെൻ വിൽ വി റീച്ച് ഷൊർണൂർ, ഹീര ആസ്ക്ഡ്. നമ്മൾ എപ്പോഴാണ് ഷൊർണൂരിലെത്തുക? ബൈ 10 സെഡ് ഫാദർ. 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഷൊർണൂരിലെത്തും. ദേ ഗോട്ട് ഔട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് 10 അറ്റ് ഷൊർണൂർ. 10 മണിയായപ്പോൾ അവരെവിടെ എത്തി? ഷൊർണൂരിലെത്തി. മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ഈ ക്ലോക്കിലെ ടൈം നോക്കൂ. ദേ വെൻ ടു മലമ്പുഴ. അവര് മലമ്പുഴയിലേക്ക് എത്തി. ദേ വെൻറ്റ് ഇൻ എ കാർ ടുവേർഡ്സ് ദ ഈസ്റ്റ്. അവർ ഈസ്റ്റിലേക്കാണ് കാറ് ഓടിച്ചത് കേട്ടോ. നമ്മൾ 4 ഡയറക്ഷൻസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? സൗത്ത് പഠിച്ചു, വെസ്റ്റ് പഠിച്ചു, പിന്നെ ഈസ്റ്റ് പഠിച്ചു, അതുപോലെ നോർത്തും പഠിച്ചു അല്ലേ. ഇനി അവിടെയുള്ള ക്ലോക്ക് നോക്കൂ. എത്രയാണ് അവിടെ സമയം? നമുക്ക് ആകെ വലിയൊരു ഹാൻഡ് മാത്രം കാണുന്നുള്ളൂ അല്ലേ. അത് 12 അപ്പം നോക്കൂ, നമ്മുടെ അവർ ഹാൻഡ് എവിടെയാണ്? അതും 12 തന്നെ ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് അവർ ഹാൻഡിനെ കാണാത്തത്. ഓക്കെ, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും 12 തന്നെ ആവുമ്പോൾ അത് എത്രയായിരിക്കും സമയം? യെസ്, 12 ആയിരിക്കും. 12 മണി ആയിരിക്കും കേട്ടോ. ഇനി എന്താ ഡാഡ് എന്താ ഹീരയോട് പറയുന്നേ? സീ ദ ട്രാക്ക് ടുവേർഡ്സ് ഈസ്റ്റ്, ഇറ്റ് ഈസ് ടു പാലക്കാട്. നോക്കൂ, അവിടെ ഒരു മെട്രോ പോകുന്നുണ്ടല്ലേ. അതെങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ്, അത് പാലക്കാടിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി എന്താ? അത് റീച്ച്ഡ് മലമ്പുഴ ഡാം അറ്റ് 1. അവര് മലമ്പുഴ ഡാമിൽ എപ്പോഴാണ് എത്തിയത്? 1 മണിക്കാണ് എത്തിയത് അല്ലേ. അവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, ക്ലോക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, അവർ ഹാൻഡ് എവിടെയാണ് മക്കളെ? 1 അതുപോലെ മിനിറ്റ് ഹാൻഡ് 12 ആണല്ലേ. 1 12 ആകുമ്പോഴാണ് എന്താവുന്നത്? അവർ ഹാൻഡ് 1 മിനിറ്റ് ഹാൻഡ് 12 ആകുമ്പോഴാണ് 1 ആവുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്ക്, ലെറ്റ്സ് റൈറ്റ് ദ ടൈം. ഇനി നമുക്ക് ഒരു വർക്കാണ് തന്നിട്ടുള്ളത്, ടൈമുകളെ എഴുതാൻ. ഓക്കെ, അതിന് താഴെ കുറേ ക്ലോക്കുകളും ഉണ്ട്. ഒന്നിന് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് 2 o'clock നോക്ക്. അവർ ഹാൻഡ് 2 മിനിറ്റ് ഹാൻഡ് 12. ചെറുത് 2 വലുത് 12 അപ്പോഴത് 2 നെക്സ്റ്റ് നോക്ക്, ചെറുത് 5 വലുത് 12. അഥവാ അവർ ഹാൻഡ് 5 മിനിറ്റ് ഹാൻഡ് 12 അപ്പോൾ എത്രയായിരിക്കും സമയം? ഏതാണ് അവർ ഹാൻഡിലുള്ളത്? 5 ആണല്ലേ. അപ്പോൾ 5 സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് നോക്കൂ, അവർ ഹാൻഡ് 6 മിനിറ്റ് ഹാൻഡ് 12. അപ്പോൾ ഏതാണ് മക്കളെ? എത്രയായിരിക്കും സമയം? ഏതാണ് അവർ ഹാൻഡിലുള്ളത്? 6 ആണ്. അപ്പോൾ 6 ആയിരിക്കും. അവസാനത്ത് നോക്കൂ, അവർ ഹാൻഡ് 8 മിനിറ്റ് ഹാൻഡ് 12. മിനിറ്റ് ഹാൻഡ് 12 ആവണം. അവർ ഹാൻഡ് എത്രയിലാണ്? 8 ആണ്. അപ്പോൾ 8 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ഇനി നമുക്ക് സമയമൊക്കെ അവിടെ തന്നിട്ടുണ്ട്, പക്ഷേ അവർ ഹാൻഡ് മിസ്സിങ് ആണല്ലേ. അപ്പോൾ ക്ലോക്കിൽ അടയാളപ്പെടുത്താനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് 1 ഏതാണ്? 8 ആണ്. മിനിറ്റ് ഹാൻഡ് 12 അപ്പോൾ അവർ ഹാൻഡ് എത്രയിലായിരിക്കും മക്കളെ വരിക? 8 ആണ്. അപ്പോൾ 8 അല്ലേ. നെക്സ്റ്റ് 5 ആണെങ്കിൽ എത്രയിലായിരിക്കും അവർ ഹാൻഡ്? 5 അല്ലേ. അവസാനത്തേത് 3 ആണ്. 3 ആവുമ്പോൾ അവർ ഹാൻഡ് എത്രയിലാവണം? 3 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ? ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസങ്ങൾ എന്നാണ് ചോദ്യം. ഹീറ ആൻഡ് ഫാമിലി കെയിം ടു പാലക്കാട് ടു അറ്റൻഡ് അങ്കിൾസ് മാരേജ്. ഹീറയും ഫാമിലിയും പാലക്കാടിലേക്ക് വന്നു. എന്തിന്? അവളുടെ അങ്കിളിൻ്റെ മാരേജ് കൂടാൻ വേണ്ടി.
They started from Kasargod on the 9th and returned home on 13th night. അവർ 9-ാം തീയതിയാണ് കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ടത്. എന്നിട്ട് 13-ാം തീയതി കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോയി. ഫോർ ഹൗ മെനി ഡേയ്സ് ദേ വർ നോട്ട് അറ്റ് ഹോം. അവർ എത്ര ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല. കളർ ദോസ് ഡേറ്റ്സ് ഓൺ ദ കലണ്ടർ, കൗണ്ട് ദ ഡേയ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. നമുക്ക് താഴെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ആ കലണ്ടറിൽ അവർ ആബ്സെൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നമ്മൾ കളർ ചെയ്യുക, എന്നിട്ട് അത് കൗണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ മക്കളെ കലണ്ടർ. അപ്പോൾ അവർ 9-ാം തീയതി മുതലാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അല്ലേ. എന്നിട്ട് 13-ാം തീയതിയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. നമുക്ക് 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, കളർ ചെയ്യണം. അതിനുശേഷം കൗണ്ട് ചെയ്യാം കേട്ടോ. നോക്കൂ, മിസ് ഇവിടെ കളർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ മക്കളും ചെയ്യണേ. അപ്പോൾ എത്ര ദിവസങ്ങളുണ്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാലോ. 9, 10, 11, 12 ആൻഡ് 13 അല്ലേ. 1, 2, 3, 4, 5. എത്ര ഡേയ്സ് ഉണ്ട് മക്കളെ? 5 ഡേയ്സ് ആണല്ലേ. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഡിഡ് ഹീറ ആൻഡ് ഫാമിലി സ്റ്റാർട്ട് ദ ജേർണി? ഏത് ദിവസമാണ് ഹീറയും ഫാമിലിയും അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 9-ാം തീയതി ആയിരുന്നു, 9th ഡേ ആയിരുന്നു. 9th ഏത് ഡേ ആണ് മക്കളെ? ട്യൂസ്ഡേ ആണല്ലേ, ചൊവ്വാഴ്ചയാണ് 9-ാം തീയതി. സോ നമ്മളവിടെ ട്യൂസ്ഡേ എന്ന് എഴുതാം കേട്ടോ. ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഡിഡ് ദേ കം ബാക്ക്? ഏത് ദിവസമാണ് അവർ തിരിച്ചു വന്നത് എന്നാണ് നമ്മളോട് പിന്നെ ചോദിക്കുന്നത്. ഏത് ദിവസമാണ് അവർ തിരിച്ചു വന്നത്? 13-ാം തീയതിയാണല്ലേ. അപ്പോൾ ഏതാണ് മക്കളെ ആ ദിവസം? ആ കലണ്ടറിൽ നോക്കൂ, സാറ്റർഡേ ആണല്ലേ, ശനിയാഴ്ചയാണ്. അപ്പോൾ അവിടെ സാറ്റർഡേ എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ്, ദ മാരേജ് വാസ് ഓൺ എ വെനസ്ഡേ. വാട്ട് വാസ് ദ ഡേറ്റ്? ഏതായിരുന്നു? ബുധനാഴ്ചയായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. ആ ഡേറ്റ് ഏതാണ്? അപ്പോൾ നോക്കൂ, ഏതാണ് ആ ദിവസം? ഈ നമ്മൾ കളർ ചെയ്ത ഈ 4 ദിവസങ്ങളിൽ ഏതാണ് മക്കളെ ബുധനാഴ്ച? യെസ്, 10 ആണല്ലേ, ഡേറ്റ് 10 ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർ ദ ഡേറ്റ്സ് ദേ വർ നോട്ട് അറ്റ് ഹോം? ഏതൊക്കെ ദിവസത്തിലാണ് അവർ വീട്ടിലില്ലാത്തത്? ഏതൊക്കെ ദിവസമാണ്? 9, 10, 11, 12 ആൻഡ് 13 അല്ലേ. ഊട്ടി ട്രിപ്പ്. ആഫ്റ്റർ മാരേജ് അങ്കിൾ ആൻഡ് ഓൺ വെൻ ടു ഊട്ടി. കല്യാണം കഴിഞ്ഞിട്ട് അങ്കിളും ആൻറ്റിയും എങ്ങോട്ടാണ് പോയത്? ഊട്ടിയിലേക്കാണ് പോയത്. ദേ സ്റ്റാർട്ടഡ് ഓൺ 14th സൺഡേ അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അവർ 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്കാണ് യാത്ര പോയത്. ഓക്കെ, ഇനി അതിന് താഴെ നോക്കൂ. ദേ റിട്ടേൺഡ് ഓൺ 20th. അവർ 20-ാം തീയതിയാണ് തിരിച്ചു വന്നത്. ഇറ്റ് വാസ് സാറ്റർഡേ നൈറ്റ്. അതൊരു ശനിയാഴ്ച രാത്രിയായിരുന്നു. ഹൗ മെനി ഡേയ്സ് ഡിഡ് ദേ സ്പെൻഡ് ഇൻ ഊട്ടി? അപ്പോൾ അവർ എത്ര ദിവസം ഊട്ടിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. കളർ ദീസ് ഡേയ്സ് ഇൻ ദ കലണ്ടർ, കൗണ്ട് ദ ഡേയ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നമ്പർ. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കലണ്ടറിൽ ഈ ദിവസങ്ങൾ കളർ ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓൾ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ് റിട്ടേൺ, റൈറ്റ് ദം. ഓക്കെ, ഏതൊക്കെ ഡേറ്റ് ആയിരുന്നു, ഏതൊക്കെ ദിവസമായിരുന്നു, അതവിടെ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. നോക്കൂ, നമുക്കൊരു കലണ്ടർ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യനിലുള്ള കലണ്ടർ തന്നെയാണ്. ഇതിൽ നമുക്ക് ആ ഡേറ്റ്സും അതുപോലെ ഡേകളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ന് മുതലാണ് മക്കളെ അവർ യാത്ര ചെയ്തത്? 14th അവർ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. 14-ാം തീയതിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് 20th അവർ തിരിച്ചെന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 14, 15, 16, 17, 18, 19, 20 ഈ ദിവസങ്ങളെല്ലാം നമുക്ക് കളർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഏതെല്ലാം ദിവസങ്ങളാണ്, ഡേറ്റുകളാണ് എന്ന് എഴുതാം. അതുപോലെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് കൗണ്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി ഡേയ്സ് ഡിഡ് ദേ സ്പെൻഡ് ഇൻ ഊട്ടി അല്ലേ. എത്ര ദിവസങ്ങൾ അവർ ഊട്ടിയിൽ സ്പെൻഡ് ചെയ്തു? അപ്പോൾ എത്രയാ മക്കളെ? നമുക്കൊന്ന് കൗണ്ട് ചെയ്യാലോ. 14, 15, 16, 17, 18, 19 ആൻഡ് 20 അല്ലേ. 7 days. അപ്പോൾ അവിടെ 7 എന്ന് എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ്, വിച്ച് ഓൾ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ് അല്ലേ. ഏതെല്ലാം ദിവസങ്ങളാണ്, ഏതെല്ലാം തീയതികളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാലോ. 14 ഏതായിരുന്നു ഡേ? Sunday. 15 Monday. 16 Tuesday. 17 Wednesday. 18 Thursday. 19 Friday and 20 Saturday. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കലണ്ടർ തന്നാൽ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത് കേട്ടോ.
നെക്സ്റ്റ് നോക്കൂ, ഹീരാസ് ഡയറി. സി വാട്ട് ഹീര റോട്ട് ഇൻ ഹെർ ഡയറി ഓൺ 9th നൈറ്റ്. അങ്ങനെ 9ാം തീയതി രാത്രി ഹീര എഴുതിയ ഡയറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം അവിടെ ഡേറ്റും സ്ഥലമൊക്കെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഫാദർ, മദർ ആൻഡ് ഐ സ്റ്റാർട്ടഡ് അവർ ട്രിപ്പ് ടു അങ്കിൾസ് ഹൗസ്. ഞാനും അമ്മയും അച്ഛനും കൂടി അങ്കിളിൻ്റെ വീട്ടിലേക്ക് യാത്ര തുടർന്നു, സ്റ്റാർട്ട് ചെയ്തു. വി ട്രാവൽഡ് ഓൺ ദ വന്ദേ ഭാരത് ട്രെയിൻ. ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിലാണ് യാത്ര ചെയ്തത്. വി വെൻറ്റ് സൗത്ത് വാർഡ്സ് ഫ്രം കാസർഗോഡ്. കാസർഗോഡിൽ നിന്ന് സൗത്തിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. വി വെൻ ടു മലമ്പുഴ ഡാം ഇൻ ദ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂണിൽ ഞങ്ങൾ എവിടെ എത്തി? മലമ്പുഴ ഡാമിലെത്തി. ദെൻ വി വാക്ക്ഡ് ദ ഗാർഡൻ. പിന്നെ ഞങ്ങൾ ഗാർഡനിലേക്ക് പോയി. ഗാർഡനിൽ പൂന്തോട്ടത്തിൽ നടന്നു. ദ റോപ്പ് വേ റൈഡ് വാസ് എ ബിറ്റ് സ്കെയറി അറ്റ് ഫസ്റ്റ്. റോപ്പ് വേ റൈഡ് എന്ന് പറഞ്ഞാൽ ഈ കയറിൻ്റെ മുകളിലൂടെ നടക്കുന്ന, അത് ആദ്യം ഭയങ്കര പേടിയുള്ളതായിരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ദ സീനറി ബിലോ. പിന്നെ താഴെയുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ ഇറ്റ് വാസ് ഗ്രേറ്റ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായല്ലേ, അത് നല്ല അടിപൊളിയായിരുന്നു. വി സ്റ്റാർട്ടഡ് ഫോർ അങ്കിൾസ് ഹൗസ് ഇൻ ദ ഈവനിങ്. ഞങ്ങൾ അങ്കിളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈവനിങ് പുറപ്പെട്ടു. റീച്ച്ഡ് ഹിസ് ഹോം അറ്റ് നൈറ്റ്. അങ്കിളുടെ വീട്ടിൽ രാത്രിയാണ് എത്തിയത്. ഫൈൻഡ് ദ വേർഡ്സ് റിലേറ്റഡ് ടു ടൈം ഫ്രം ദ ഡയറി ആൻഡ് റൈറ്റ്. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഈ ഡയറിയിൽ നിന്ന് ടൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ എടുത്ത് എഴുതാനാണ് കേട്ടോ. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മോർണിംഗ്. പിന്നെന്താണ്? ആഫ്റ്റർനൂൺ തന്നിട്ടുണ്ട്, അതുപോലെ ഈവനിങ് ഉണ്ട്, നൈറ്റും ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കലണ്ടർ. കലണ്ടർ നോക്കാനാണ് പറയുന്നത്. വാട്ട് ഓൾ തിങ്സ് ആർ ദർ ഇൻ എ കലണ്ടർ. കലണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മക്കളെ ഉള്ളത്? ഐ ഫൗണ്ട് ഔട്ട് സംതിങ് നെയിംസ് ഓഫ് ദ ഡേയ്സ് ഓഫ് എ വീക്ക് ആറഞ്ച്. അപ്പം എന്താണ്? ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. സിദ്ധുവും ഹീരയും കൂടി കലണ്ടർ നോക്കാണ് കേട്ടോ. ഒരു കലണ്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? ഏതാണ് മന്തിൻ്റെ നെയിം ഉണ്ടാവും, ഇയർ ഉണ്ടാവും, ഡേറ്റുകൾ ഉണ്ടാവും, അതുപോലെ ഏതെല്ലാം ഡേയ്സ് ദിവസങ്ങളുടെ പേരുണ്ടാവും അല്ലേ. പിന്നെ ശകവർഷം, ഹിജറ വർഷം, അങ്ങനെയൊക്കെ ഒരുപാട് ഡേറ്റ്സുകൾ അതിന് താഴെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അല്ലേ മക്കളെ. വാട്ട് അതർ തിങ്സ് ഡു യു സീ ഇൻ എ കലണ്ടർ? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ കലണ്ടർ നമ്മൾ കാണുന്ന മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാം മക്കളെ? മന്ത്സ്, ഇയേഴ്സ്, വീക്ക് ഡേയ്സ് ഉണ്ടാവും, ഹോളിഡേയ്സ് ഉണ്ടാവും, ഡേറ്റ്സ് ഉണ്ടാവും, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, എക്സെട്ര. നെക്സ്റ്റ് നോക്കൂ, ലെറ്റ് സിങ് എ സോങ് അബൌട്ട് ഡേയ്സ് ഓഫ് എ വീക്ക്. അപ്പോൾ ആഴ്ചയിലുള്ള ദിവസങ്ങളെ കുറിച്ച് നമുക്കൊരു സോങ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓൾ നൈസ് തിങ്സ്. തിങ്ക് ഓഫ് എ നൈസ് തിങ് ഈച്ച് ഡേ. ഓരോ ദിവസവും നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചിന്തിക്കണം. എ ഷൈനിങ് സൺ ഓൺ സൺഡേ, എ സ്മൈലിംഗ് മൂൺ ഓൺ മൺഡേ, എ ലിറ്റിംഗ് ട്യൂൺ ഓൺ ട്യൂസ്ഡേ, എ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഓൺ വെനസ്ഡേ, എ ത്രില്ലിംഗ് ട്രിപ്പ് ഓൺ തേഴ്സ്ഡേ, എ ഫ്രണ്ട്ലി ഹഗ് ഓൺ ഫ്രൈഡേ, എ സാറ്റിൻ ഡ്രസ് ഓൺ സാറ്റർഡേ. ഓക്കെ, അപ്പോൾ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒക്കെ ദിവസങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു സോങ് പാടിയതല്ലേ. നെക്സ്റ്റ് നോക്കൂ, ദ മന്ത്സ് ആർ 12. മാസങ്ങൾ എത്രയാണ് മക്കളെ? 12 അല്ലേ. ഏതെല്ലാമാണ്? ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്, ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ദീസ് ആർ ഓൾ ദ മന്ത്സ് ആൻഡ് ദേ ആർ 12 ഇൻ നമ്പർ. ഏതെല്ലാമാണ് മാസങ്ങൾ മക്കളെ? ജനുവരി ഉണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, പിന്നെ അവസാനം ഡിസംബർ. ഓക്കെ, നോക്കൂ, അവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്, ഡിഡ് ഐ ഗെറ്റ് ഇറ്റ് റൈറ്റ്? ഞാൻ പറഞ്ഞു ശരിയാണോ? അപ്പോൾ പെൺകുട്ടി എന്താ പറയുന്നത്? യാ, ഗുഡ്, ശരിയാണ് എന്നല്ലേ. സോ നമുക്ക് ആകെ എത്ര മന്ത്സ് ആണുള്ളത്? 12 മന്ത്സ് ആണ് കേട്ടോ ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? ഒബ്സർവ് ദ കലണ്ടർ ആൻഡ് സേ എന്നാണ് പറയുന്നത് അല്ലേ. കലണ്ടർ ഒബ്സർവ് ചെയ്തിട്ട് പറയാനാണ് പറയുന്നത്. അവിടെ നോക്കൂ, ഒരു പിങ്ക് കളറിൽ ജാനുവരി ഹാസ് 31 ഡേയ്സ്. ജനുവരിക്ക് 31 ദിവസമുണ്ട്. ബട്ട് നോട്ട് ഓൾ ദ മന്ത്സ് ആർ ലൈക്ക് ദാറ്റ്. പക്ഷേ എല്ലാ മാസങ്ങളും അതുപോലെയല്ല. വിച്ച് ആർ ദ മന്ത്സ് വിത്ത് 31 ഡേയ്സ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാമാണ് 31 ദിവസങ്ങൾ ഉള്ളതെന്ന്.
നോക്കൂ, ഞാൻ മക്കൾക്ക് അവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. എല്ലാ വർഷങ്ങളും ഉള്ളൊരു കലണ്ടർ ആട്ടോ തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 31 ദിവസങ്ങളുള്ളതാ അല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഓരോ മന്തുകൾ നോക്കൂ. ജനുവരിയിൽ 31 ഉണ്ടല്ലേ. ഫെബ്രുവരിയിൽ പക്ഷേ 31 ഒന്നുമില്ല. മാർച്ചിൽ 31 ഉണ്ട്. ഏപ്രിൽ 30 മെയ്യിൽ 31 ഉണ്ട്. ജൂണിലില്ല. ജൂലൈയിൽ 31 ഉണ്ട്. ഓഗസ്റ്റിലില്ല. സെപ്റ്റംബറിൽ ഓഗസ്റ്റിലുണ്ടല്ലേ, ഓഗസ്റ്റിലുണ്ട്. സെപ്റ്റംബറിൽ ഇല്ല. പിന്നെ ഒക്ടോബറിൽ 31 ഉണ്ട്. നവംബർ ഇല്ല. ഡിസംബറിൽ 31 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ആർ ദ മന്ത്സ് വിത്ത് ഓൺലി 30 ഡേയ്സ്? 30 ദിവസം ഉള്ള മാസങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് അല്ലേ. അപ്പം അതും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് നോക്കാം. ഫെബ്രുവരിയിലില്ല. ജനുവരി 31, മാർച്ച് 31, ഏപ്രിൽ 30, പിന്നെ ജൂൺ 30 ഉണ്ട്. അതുപോലെ പിന്നെ സെപ്റ്റംബർ 30 ഉള്ളത്. പിന്നെ നവംബർ 30 അല്ലേ ഉള്ളത്. പിന്നെ അവസാനത്ത് വിച്ച് ഈസ് ദ മന്ത് വിത്ത് ലെസ് ദാൻ 13 ഡേയ്സ്? 30 ദിവസത്തിലും കുറവുള്ള മാസം ഏതാണ്? അതേതാണ്? ഫെബ്രുവരി ആണല്ലേ. ഫെബ്രുവരി ഒന്നുകിൽ 28 അല്ലെങ്കിൽ 29 ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കലണ്ടർ ഗെയിം അല്ലേ. ഇവിടെ 2 കുട്ടികൾ എന്തോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാലോ. ലുക്ക് അറ്റ് ദ 4 സ്ക്വയർ ലൈക്ക് ദിസ് ഓൺ ദ കലണ്ടർ. സീ എനിത്തിങ് സ്പെഷ്യൽ? അവിടെ നോക്കൂ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കലണ്ടറിൽ ഒരു കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. 1, 2, 8, 4, 8, 9 എന്ന് പറഞ്ഞിട്ട്. അതിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പെൺകുട്ടി എന്താ പറയുന്നത്? ഗോട്ട് ഇറ്റ്. ഇഫ് വി ആഡ് ഡയഗണലി വി ഗെറ്റ് ദ സെയിം നമ്പർ. നമ്മൾ ഡയഗണലി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? സെയിം നമ്പർ ആണ് കിട്ടുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഡയഗണലി എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് കേട്ടോ. അപ്പോൾ 1 + 9 എത്രയാണ്? 10 ആണ്. അതേ സെയിം നമ്പർ തന്നെയല്ലേ നമുക്ക് 8ഉം 2ഉം കൂട്ടുമ്പോഴും കിട്ടുന്നത്? 10 തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിൽ തന്നിട്ടുണ്ട്. നോക്കൂ, 1 and 9 ഈസ് ഡയഗണലി ഓപ്പോസിറ്റ്. 1ഉം 9ഉമാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. 2 and 8 ഈസ് ഡയഗണലി ഓപ്പോസിറ്റ്. 2ഉം 8ഉം ആണ് ഡയഗണലി ഓപ്പോസിറ്റ്. ഇനി നോക്കൂ, 1 + 9 = എത്രയാണ്? 10 ആണ്. 2 + 8 എത്ര തന്നെയാണ്? 10 ആണ്. ഓക്കെ അല്ലേ. 1 and 8 in സെയിം കോളം. 1ഉം 8ഉം എത്ര തന്നെ ആയിരിക്കും? സെയിം കോളത്തിലാണല്ലേ. താഴെ സെയിം അല്ലേ. കറക്റ്റ് പൊസിഷനിലാണ്, സെയിം കോളത്തിലാണ്. 1ഉം 2ഉം എത്രയാണ്? സെയിം റോയിലാണ്, നേരെ അല്ലേ. താഴേക്കല്ല, നേരെയാണ് വരുന്നത്. അതാണ് റോയും കോളവും തമ്മിലുള്ള ഡിഫറൻറ്റ് കേട്ടോ. കോളം എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്നത്. പിന്നെ റോ എന്ന് പറഞ്ഞാൽ നേരെ 1, 2, 3 അങ്ങനെ നമ്മൾ നേരെ ഒരൊറ്റ വരിയിൽ എഴുതുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? 1ഉം 9ഉം ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. അതുപോലെ 2ഉം 8ഉം ഡയഗണലി ഓപ്പോസിറ്റ് ആണ് അല്ലേ. അത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത്? സെയിം നമ്പർ ആയിട്ടുള്ള 10 ആണ് കിട്ടുന്നത്. ഈസ് ഇറ്റ് ട്രൂ ഫോർ അതർ സ്ക്വയേഴ്സ്? ചെക്ക് ദം. ഇത് വേറെ എല്ലാ സ്ക്വയറിലും ശരിയാണോ എന്നാണ് നമ്മളോടൊന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 6, 7, 13, 14. അത് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഡയഗണലി ഓപ്പോസിറ്റ് നമ്പേഴ്സ് ആണ് നമ്മൾ പ്ലസ് ചെയ്യേണ്ടത് അല്ലേ. 6ൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും മക്കളെ? 14 ആണല്ലേ. അതുപോലെ 13ൻ്റെ ഓപ്പോസിറ്റ് 7ഉം ആയിരിക്കും. നമുക്ക് പ്ലസ് ചെയ്തിട്ട് കറക്റ്റ് ആണോ കിട്ടുന്നത് നോക്കാം. 6 + 14 = എത്രയാണ്? 20 ആണല്ലേ. ഇനി നമുക്ക് 13ഉം 7ഉം ആഡ് ചെയ്യാം. 13 + 7 = 20 തന്നെയാണല്ലേ നമുക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് നോക്കൂ. 8, 9, 15 and 16. 8ൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് 16. അതുപോലെ 15ൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് 9. 8 + 16 എത്രയാണ്? 24 ആണല്ലേ. അതുപോലെ 15 + 9 എത്രയാണ്? അതും 24 തന്നെയാണ്. ഈ 2 കോളം നമുക്ക് കറക്റ്റായിട്ടൊന്നല്ലേ മക്കളെ കിട്ടിയിട്ടുള്ളത്. ഇനി അവസാനത്തെ സ്ക്വയർ നോക്കാം. 17, 18, 24, 25. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. 17 + 25 എത്രയാണ്? 42 ആണ്. അതുപോലെ 24 + 18 എത്ര തന്നെയാണ്? 42 തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ എടുത്താൽ നമുക്കതിന് ഡയഗണലി ഓപ്പോസിറ്റ് സംഖ്യകൾ ആഡ് ചെയ്താൽ സെയിം നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ. ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് കോളം ആൻഡ് ദ സം ഓഫ് ദ സെക്കൻഡ് കോളം ഈസ് 2.
അപ്പം എന്താണ് പറയുന്നത്? ഡിഫറൻസ് രണ്ട് കോളത്തിലെ സംഖ്യകൾ പ്ലസ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്താൽ അതിന് ഡിഫറൻസ് എത്രയായിരിക്കും? ആൻസർ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് ഡിഫറൻസ് എന്ന് പറയാം അല്ലേ? അത് എത്രയായിരിക്കും? 2 ആയിരിക്കും എന്നാണ് സിദ്ധു പറയുന്നത്. അപ്പം അവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് എഴുതുന്ന നമ്പേഴ്സിനെയാണ് കോളം എന്ന് പറയാം അല്ലേ? അപ്പം ഇവിടെ 6ഉം 13ഉം ആണ് സെയിം കോളത്തിലുള്ളത്, അതുപോലെ 7ഉം 14ഉം ആണ് സെയിം കോളത്തിലുള്ളത്. ആ കുട്ടി എന്താ പറയുന്നേ? ഹേ ദാറ്റ്സ് റൈറ്റ്, 6 + 13 = 19, 7 + 14 = 21. ഡു ദിസ്. അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് എത്രയായിരിക്കും? 21 - 19 = 2 ആണല്ലേ? കറക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇനി അതിന് താഴെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡു ദിസ് ഇൻ അതർ സ്ക്വയേഴ്സ് ആൻഡ് ചെക്ക്. നമുക്കവിടെ കുറച്ച് സ്ക്വയേഴ്സിന് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 8 + 15 എത്രയാണ് മക്കളെ? 23 ആണല്ലേ? അതുപോലെ 9 + 16 എത്രയാണ്? 25. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 25 - 23 = 2 ആണല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 17 + 24. 17ലേക്ക് 24 ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 41, 41 എന്ന് കിട്ടും അല്ലേ? നെക്സ്റ്റ് 18 + 25. 18ലേക്ക് 25 ആഡ് ചെയ്താൽ എത്ര കിട്ടും? യെസ്, 43 ആണ് കേട്ടോ. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 43 - 41 = again 2 ആണല്ലേ? നെക്സ്റ്റ് 19 + 26. 19 + 26 എത്രയാവും? 45 ആണ് കേട്ടോ. അതുപോലെ 20 + 27 എത്രയാണ്? 47 ആണ്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 47 - 45 = again 2 തന്നെയാണ്. അപ്പം എന്താണ് നമ്മുടെ സിദ്ധു പറഞ്ഞത്? കറക്റ്റ് ആണല്ലേ? ഫൈൻഡ് അതർ സ്ക്വയേഴ്സ് ലൈക്ക് ദിസ് ഫ്രം ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇനി എന്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഇതുപോലുള്ള വേറെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, മിസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ ഒരു കലണ്ടറാണ് തന്നിട്ടുള്ളത്. മിസ് അടയാളപ്പെടുത്തിയിട്ടുള്ളതെല്ലാം ഇത്തരത്തിൽ നമുക്ക് സ്ക്വയർ രൂപത്തിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. 1 + 8 9 ആണ്, 2 + 9 11 ആണ്, 11 - 9 എത്രയാണ്? 2 ആണ്. അതുപോലെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത് 2 തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നോക്കൂ, ഇനി എന്താ അവർ പറയുന്നത്? ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ഇൻ എ കോളം ഈസ് 7. എന്താണ്? ഒരു കോളത്തിൽ ഉണ്ടാവുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ്, ആ നമ്പറുകൾ മൈനസ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 7 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടി എന്താ പറയുന്നത്? ദാറ്റ്സ് റൈറ്റ്, 1 + 7 = 8, 8 + 7 = 15, 15 + 7 = 22. നോക്കൂ, മിസ് ഇവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. അതിൽ താഴേക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും ഇത് തന്നെയാണ്, കോളം തന്നെയാണ് അല്ലേ? അപ്പൊ നോക്കൂ, 1 + 8 1 + 7 = 8, 8 + 7 = 15, 15 + 7 = 22, 22 + 7 = 29. കണ്ടോ മക്കള്? ഞാൻ മാർക്ക് ചെയ്ത കോളം കണ്ടോ? അതുപോലെ നമുക്ക് തൊട്ടടുത്ത കോളം നോക്കാലോ. 2 + 7 എത്രയാണ്? 9 ആണ്. 9 തന്നെയല്ലേ 2ന് താഴെ എഴുതിയിട്ടുള്ളത്? യെസ്. 9 + 7 എത്രയാണ്? 16. 16 + 7 23, 23 + 7 30. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ താഴേക്ക് വരുന്ന ഓരോ നമ്പേഴ്സും 7 ആഡ് ചെയ്താണ് എഴുതിയിട്ടുള്ളത് എന്നാണ് കലണ്ടറിന്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫിൽ ഇൻ ദ കോളംസ് അല്ലേ? ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കോളംസ് തന്നിട്ടുണ്ട്. നോക്കൂ, 4, 11, 18. അപ്പം എന്താണ് കോളത്തിന്റെ പ്രത്യേകത മക്കളെ? 7 ആഡ് ചെയ്താണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പം നോക്കൂ, 18ലേക്ക് 7 ആഡ് ചെയ്ത് എത്രയാണ്? അതായിരിക്കും 18ന് താഴെയുള്ള കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. 18 + 7 എത്രയാണ്? 25 ആണല്ലേ? 25 ആണ് താഴെ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് കോളം നോക്കൂ, 2 + 7 ആണ് 9. 9 + 7 എത്രയാണ്? 16 ആണല്ലേ? 16 + 7 എത്രയാണ്? 23. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡു യു സീ എനി അതർ റിലേഷൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഓൺ എ കലണ്ടർ? കലണ്ടറിലെ നമ്പേഴ്സ് തമ്മിൽ മറ്റെന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറയാം മക്കളെ? 1 ആഡ് ചെയ്താണ് വരുന്നത് അല്ലേ? 1 കഴിഞ്ഞ് 1 + 1 ആണ് 2. 2ലേക്ക് 1 ആഡ് ചെയ്താലാണ് 3 അല്ലേ? അതുപോലെ മറ്റെന്തെല്ലാം റിലേഷൻ ഉണ്ട് ഒരു കലണ്ടറിൽ? നോക്കൂ മക്കൾക്ക്, മിസ് ഒരു കലണ്ടറിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം ഒരു സ്ക്വയർ എടുക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സ്ക്വയർ എടുത്തു. എന്നിട്ട് നോക്കൂ, 1 + 2 എത്രയാണ്?
1 + 2 = 3 ആണല്ലേ. 8 + 9 എത്രയാണ് മക്കളെ? 8 + 9 = 17 ആണല്ലേ. ആ 17ൽ നിന്ന് നമ്മുടെ 3 മൈനസ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? 17 - 3 = 14 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? ഹൊറിസോണ്ടലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് അതിന് ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 14 ആണ് കിട്ടുന്നത് കേട്ടോ. മറ്റ് സ്ക്വയേഴ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ നോക്കാം കേട്ടോ. നോക്കൂ, 3ഉം 4ഉം അതുപോലെ 10ഉം 11 അല്ലേ. 3 + 4 എത്രയാണ്? 7 ആണല്ലേ. 10 + 11 എത്രയാണ്? 21. ആ 21ൽ നിന്ന് നമ്മുടെ 7 മൈനസ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? യെസ്, അഗെയിൻ 14 തന്നെയാണ് കിട്ടുന്നത്. 14 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പും കൂടി കലണ്ടറിലെ നമ്പേഴ്സ് തമ്മിലുണ്ട് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പാഠഭാഗവും അതിന് അനുബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മക്കളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ടേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്